നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഒരു ഓർഗനൈസേഷൻ്റെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എഫിഷ്യൻ്റ് ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫിനാൻസ് മാനേജർ എങ്ങനെയാണ് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റ് ആകുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ റിസീവബിൾസ് മാനേജ്മെൻറ്റ്. ഒരു ഫിനാൻസ് മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രോപ്പറായിട്ട് ഡെപ്റ്റ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കാനുള്ളവർക്ക് നമ്മൾ പ്രോപ്പർലി ആ പൈസ അതിൻ്റെ സമയത്ത് നമ്മൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഫിനാൻസ് മാനേജർ ആയിരിക്കുമ്പം നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണത്. അടുത്തതായിട്ട് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റോക്സ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഫിനാൻസ് മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രോപ്പർലി സ്റ്റോക്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണോ എന്ന് അറിയുകയും അതനുസരിച്ച് സ്റ്റോക്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഒരു ഫിനാൻസ് മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ടോപ്പിക്. താങ്ക് യു ഓൾ.